ഒരു പ്രാവശ്യവും വെക്കേഷൻ വരാൻ നേരത്ത് വയനാട് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യും. അങ്ങനെ അവസാനം അത് നടക്കാറില്ല. ഈ പ്രാവശ്യം വെക്കേഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഫസ്റ്റിൽ പിടിച്ചത് വയനാടാണ്. അപ്പോൾ ഞങ്ങൾ നേരെ കോഴിക്കോട് ചെന്ന് ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ട് അതിനുശേഷമാണ് ഞങ്ങൾ വയനാട് പോയത്. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതുപോലെ കോഴിക്കോട് വരെയുള്ള വീഡിയോ ആണ് ഞങ്ങൾ കണ്ടത്. അപ്പോൾ ഞങ്ങൾ കോഴിക്കോടിൻ്റെ ബീച്ചിൻ്റെ സൗന്ദര്യം ഒന്നും കൂടെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രാവിലെ തന്നെ ബീച്ചൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്തും അവിടെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് എന്തായാലും ബീച്ചിൻ്റെ ആ പകലുള്ള ആ ഒരു മനോഹരമായിട്ടുള്ള വ്യൂവും അവിടുത്തെ ആ ഒരു ആംബിയൻസൊക്കെ ഞങ്ങൾ ആഘോഷിച്ചുകൊണ്ട് ഞങ്ങളത് കണ്ട് എൻജോയ് ചെയ്തുകൊണ്ട് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ചായ എന്ന് പറയുന്നൊരു കടയുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കഴിക്കാനുള്ള പ്ലാനിലാണ് ഞങ്ങൾ അവിടെ ഒന്ന് ചെന്ന് നോക്കിയത്. പക്ഷേ അവിടെ 8 മണിക്കാണ് ഓപ്പൺ ചെയ്യുള്ളൂ. അപ്പോൾ ഞങ്ങൾ അതിന് മുമ്പേ ഞങ്ങൾ കോഴിക്കോട് വിട്ടിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വയനാട് ചുരം ഭയങ്കര ബ്ലോക്കൊക്കെ ആയിരിക്കും ചില സമയത്ത്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കോഴിക്കോട് ബീച്ചിൻ്റെ ആ പകലുള്ള കുറച്ച് വ്യൂസും ഫോട്ടോസൊക്കെ എടുത്ത് കണ്ട് ഞങ്ങൾ നേരെ വയനാട് ചുരം പിടിച്ചത്. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് വയനാട് ചുരം കയറുകയാണ്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. കാര്യം അടിവാരത്ത് നിന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞങ്ങൾ വയനാട് ചുരം കയറി അവിടെ എത്തിയത് അറിഞ്ഞില്ല. ഞങ്ങളതിന് കഴിഞ്ഞതിന് ശേഷമാണ് ലക്കിടി കഴിഞ്ഞതിന് ശേഷമാണ് ചുരം കഴിഞ്ഞല്ലോ വയനാട്ടിലേക്ക് കയറിയല്ലോ എന്നുള്ള ഒരു ഫീൽ വന്നത്. കാരണം ഞങ്ങളിങ്ങനെ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഇങ്ങനെ വയനാട് ചുരം കയറുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ നടന്ന കുറേ രസകരമായിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ വണ്ടിയുടെ ബോണറ്റിലേക്ക് ഒരു കുരങ്ങൻ വന്നിരുന്നിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. നമ്മുടെ സെയ്യും മറിയും ഒക്കെ ഭയങ്കര എക്സൈറ്റഡായി അത് കണ്ടപ്പോൾ. അപ്പോൾ ആ കാഴ്ചകളൊക്കെയാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾ തീർത്ത് കാണുക. അപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അവിടെ വീടുകളൊക്കെ നോക്കി ഇത് പോവും, ഉരുൾപൊട്ടലൊക്കെ വരുമ്പോൾ ഇതാവൂലേ. സെയ്യും മറിയും എക്സൈറ്റഡ് ആണ്. കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ പോകുന്ന വഴിക്ക് കുരങ്ങന്മാരെ കാണാലോ, അവർക്ക് ഭക്ഷണം കൊടുക്കാലോ എന്നൊക്കെ ഉള്ള ഒരു പ്ലാനിലാണ് രണ്ടുപേരും വണ്ടിയിലിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു സ്ഥലത്ത് നിന്ന് കുറച്ച് ബ്രെഡും പഴമൊക്കെ മേടിച്ചിരുന്നു. അപ്പോൾ കുരങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തായാലും വണ്ടി നിർത്തി കൊടുക്കുന്ന ഇതൊരു പോസിബിൾ അല്ലാത്തതുകൊണ്ട് വണ്ടി സ്ലോ ആക്കിയിട്ട് ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ ചെറുതായിട്ട് ഇട്ട് കൊടുക്കാമെന്നുള്ള പ്ലാനിലാണ് മേടിച്ചത്. എന്തായാലും അങ്ങനെയാണ് അവരത് പറഞ്ഞത് കേട്ടോ. എന്തായാലും വണ്ടി ഇങ്ങനെ പോണ വഴിക്ക് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു വിചാരിച്ചു കുറേ കുരങ്ങന്മാരെ കണ്ടു. അപ്പോൾ സെയ്യും മറിയും കയ്യിലിരുന്ന പഴവും ബ്രെഡൊക്കെ അവർക്ക് ഇട്ട് കൊടുത്തു. അങ്ങനെ കുരങ്ങന്മാർ കൂടി വണ്ടി സ്ലോ ആക്കുന്നതനുസരിച്ച് കൊണ്ട് കുരങ്ങന്മാർ വണ്ടിയുടെ ചുറ്റും സൈഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ ഓടി വരാൻ തുടങ്ങി. അവർ രണ്ടുപേരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഒച്ച ഉണ്ടാക്കുന്നു, സൗണ്ട് ഉണ്ടാക്കുന്നു, ഒന്നും പറയണ്ട. എന്തായാലും പിന്നീട് നടന്നത് എന്തായാലും കിട്ടലിൻ ഒരു സംഭവമായിരുന്നു കേട്ടോ. ഒരു കുരങ്ങൻ നമ്മുടെ വണ്ടിയിൽ ചാടി കയറി. എൻ്റെ സൈഡാണെന്നെങ്കിൽ ഞാൻ ഗ്ലാസ് പൊക്കിയിട്ടുണ്ടായില്ലായിരുന്നു. പിന്നെ പെട്ടെന്ന് ഗ്ലാസ്സൊക്കെ പൊക്കിയിട്ടു. അപ്പോൾ ആ ഒരു കാഴ്ചകൾ കണ്ടു പോകട്ടോ. ഒരു കുരങ്ങച്ചൻ നമ്മുടെ വണ്ടിയിൽ ചാടി കയറിയിരുന്നിട്ട് എന്തൊക്കെ പരിപാടികളാണ് ഒപ്പിച്ചതെന്നാണ് കാണാൻ പോകുന്നത്. എന്തായാലും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. മറിയും ചെയ്യുവാണ് ഏറ്റവും രസകരമായിട്ട് അവരുടെ ആ ഒരു സന്തോഷമുണ്ടല്ലോ, അത് കണ്ടപ്പോൾ ഉള്ളൊരു സന്തോഷം എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ എടുക്കണ്ട്. പോവാത്തത് അവക്കോളും വണ്ടി വരുന്നിട്ടാ. പോട്ടെ ചാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പിടിക്കത്താ. ഡ്രൈവ് ചെയ്യും വണ്ടികള്. കേറിയനകത്ത് നമ്മളങ്ങനെ വയനാട് കയറിയിരിക്കുക കേട്ടോ. കോഴിക്കോട് നിന്ന് വിട്ട് നമ്മൾ വയനാട് ചുരം കയറി ഇവിടെ മേളിൽ വന്ന് വെൽക്കം ടു അതവിടെ കാണുന്നത്. നമ്മൾ അതിനകത്ത് കയറിയിട്ടാണ് വെൽക്കം ടു വയനാട് കയറി കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു വെൽക്കമിങ് കിട്ടി. വണ്ടിയുടെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടായില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു 250 രൂപ ഫൈൻ അടിച്ചു. ഇനി അടുത്തുള്ള പൊല്യൂഷൻ സെൻറ്ററിൽ നിന്ന് പോയിട്ട് സർട്ടിഫിക്കറ്റ് എടുക്കണം. നമ്മൾ 2 ദിവസം ഇവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു 250 രൂപ നമുക്ക് വെൽക്കം ചെയ്തു. എന്തായാലും പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിൻ്റെ ഒരു ഫൈൻ കിട്ടി. ഓക്കെ, നല്ല അടിപൊളിയായിരുന്നു. ഭയങ്കര ചൂടുണ്ട് കേട്ടോ ഇതിനകത്ത് കയറി, ഭയങ്കര ചൂട്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഉണ്ട്. മറിയൊക്കെ ഉണ്ട്. മറിയാം എങ്ങനെയുണ്ട് വയനാട് ചുരം കയറിയിട്ട് എങ്ങനെയുണ്ട്? അല്ലേ അയ്യോ, എങ്ങനെയുണ്ടായിരുന്നു കുരങ്ങനെ കണ്ടിട്ട്? നല്ലതായിരുന്നോ? എന്താണ് നല്ലത്? കുരങ്ങൻ എന്താ കൊടുത്തു? പഴം കൊടുത്തോ?
ഈ കുരങ്ങനൊക്കെ പഴം കൊടുത്ത് എല്ലാം ചാടി വണ്ടി കയറി. അതിന് വീഡിയോ ഞാനതൊക്കെ നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ. വണ്ടിയുടെ ബോണറ്റിൽ കയറി ഇരുന്നിട്ട് കുരങ്ങ് നമ്മളൊപ്പം കുറച്ച് യാത്ര ചെയ്ത്. എങ്ങനെ ഉണ്ടായിരുന്നു സിയ വയനാട്? വയനാട്ടിൽ കയറിയപ്പോൾ തന്നെ പണി കിട്ടിയല്ലേ? തുടങ്ങിയിട്ടുള്ളൂ. 250 രൂപ വണ്ടി വെറുതെ പൊല്യൂഷൻ ഉണ്ടായില്ല. ഓക്കെ, എന്തായാലും നമ്മൾ അടിപൊളി വയനാട്. വെൽക്കം ടു വയനാട്. നമ്മളിനി വയനാട് എക്സ്പ്ലോർ ചെയ്യാണ്. ഓക്കെ, ബൈ. നമ്മൾ വയനാട്ടിലേക്ക് കയറുന്ന ആളുകൾ വയനാട്ടിൻ്റെ മൂപ്പൻ, കരിന്തണ്ടൻ മൂപ്പൻ, അതിൻ്റെ ആ സ്റ്റാച്ചുവിൻ്റെ മുമ്പിലാണ് നമ്മുടെ ഇവിടെ ഉള്ളത് കേട്ടോ. അപ്പം എൻ്റെ ബാക്കിൽ കാണുന്നതാണ് ആ സ്റ്റാച്ചു. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ വന്ന എല്ലാ ആളുകൾക്കും ഈ ഒരു ചരിത്രം, മൂപ്പൻ്റെ ചരിത്രം എല്ലാവർക്കും അറിയാവുന്നതാണ്. 1750-നും 1800 കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന കാടുകൾ ജീവിച്ചിരുന്ന മൂപ്പൻ, ആ ഒരു ഇതിൻ്റെ ഒരു പ്രതിമയാണ്, സ്റ്റാച്ചു ആണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. കണ്ടില്ലേ? ഓക്കെ, അപ്പോൾ അതിൻ്റെ മുമ്പിൽ ഇനി വയനാടിൻ്റെ കാഴ്ചകളിലേക്ക് നമ്മൾ പോവാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച്, മൂപ്പനോടനുബന്ധിച്ചുകൊണ്ടുള്ള ചെറിയൊരു അമ്പലം, അതുപോലെ തന്നെ വിളക്ക്, ചെറിയ പ്രതിഷ്ഠകൾ, അതുപോലെ തന്നെ വിളക്ക് കത്തിക്കൽ, എല്ലാം സംഭവങ്ങളും ഇവിടെ ഉണ്ട്. അപ്പോൾ ചെറിയൊരു അമ്പലം സെറ്റപ്പിലാണ് ഇവിടെ ഇതൊക്കെ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ തീ കത്തിക്കുന്നുണ്ട് ആളുകൾ. ഇവിടെ വന്നിട്ട് തിരികൾ തെളിക്കും. കണ്ടോ? നമ്മളിപ്പോൾ ഉള്ളത് എന്നൂരിൻ്റെ ഒരു പാർക്കിങ്ങിലാണ്. നമ്മൾ ഇനിയിപ്പോൾ എന്നൂർ കാണാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ ഇവിടെ നിന്ന് ജീപ്പിന് പോകണം. അപ്പോൾ നമ്മൾ വണ്ടി ആ കാണുന്ന സ്ഥലത്ത് ഒരു 50 രൂപ കൊടുത്തിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ചുരം കയറി വരുമ്പോൾ ഫസ്റ്റിലുള്ള ഒരു സംഭവമാണ് പൂക്കോട്ട് ലേക്കും അതുപോലെ തന്നെ ഈ എന്നൂരും. അപ്പോൾ എന്നൂരാണ് ആദ്യമേ ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടുന്ന് 2 കിലോമീറ്റർ അകത്തേക്ക് പോയിട്ട് നമുക്ക് ജീപ്പിൽ പോകണം. എത്ര ചാർജ് എനിക്കറിയില്ല, എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഞങ്ങൾ എന്നൂർ പോകാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്നൂർ ഒന്ന് പോയിട്ട് വരാം. വയനാട്ടിലെ മെയിനായിട്ട് വരുന്ന ആളുകൾ തീർച്ചയായിട്ടും കാണേണ്ട ഒരു സ്ഥലമാണ് എന്നൂർ. നമ്മുടെ പണ്ടത്തെ ആദിവാസികളുടെ ജീവിത രീതികളും അവരുടെ വില്ലകളും വില്ലേജുകളൊക്കെ കാണുക അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. പിന്നെ ജീപ്പിന് പോകണം. ഇത്ര ചാർജ് നോക്കട്ടെ. അപ്പോൾ നമ്മളിവിടെ ടിക്കറ്റ് കേട്ടോ. ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഒരാൾക്ക് 80 രൂപയാണ്. ഓക്കെ, അപ്പോൾ ഒരാൾക്ക് 80 രൂപയാണ്. അപ്പോൾ ഞങ്ങൾ 3 പേര്. അപ്പോൾ നേരെ QR കോഡ് ഉണ്ട് ഇവിടെ. ഒരാൾക്ക് 80 രൂപ, ചെറിയ കുട്ടിക്ക് ടിക്കറ്റ് വേണ്ട. അപ്പോൾ 3 അഡൽട്ട്. ഈ ജീപ്പിൽ പോവുക, അവിടെ റിട്ടേൺ ജീപ്പ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് എല്ലാം കണ്ടിട്ട് ഏതെങ്കിലും ജീപ്പിൽ തിരിച്ചിങ്ങോട്ട് കയറി വരാൻ പറ്റും. അപ്പോൾ ഷെയറിങ് ജീപ്പാണ്. ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് ഷെയറിങ് ആണ്. നമുക്ക് സെപ്പറേറ്റ് ജീപ്പ് ഇല്ല. അതിൻ്റെ ആവശ്യമില്ല. കാര്യം നമുക്ക് പോയിട്ട് സ്ഥലം കാണുക എന്നുള്ളതാണ്, ജീപ്പിൽ കയറാമെന്നുള്ളതല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തു കേട്ടോ. ടിക്കറ്റ് എടുത്തു. നേരെ ജീപ്പ് പോവാം. ജീപ്പ് ഫുള്ളാവുന്നതനുസരിച്ചിട്ടാണ് ജീപ്പ് പോകുന്നത്. നല്ല വെയിറ്റിംഗ് ഉണ്ട്. ആളുകൾ കുറേ പേരോട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. എവിടെ പോവാണ്? എന്നൂർ കേട്ടാ. നമ്മൾ എന്നൂർ പോയിട്ട് സ്ഥലങ്ങൾ കാണാം. ബീച്ചല്ലടാ, എന്നൂര്. നമ്മൾ എന്നൂരാ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കണ്ടില്ലേ നല്ല വിശാലമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെ ഇങ്ങനെ ഒരു മരം, ഒരു മരം വീണെടുക്കുന്നുണ്ട്. ആളുകളൊക്കെ അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് ഇതിനകത്തിന് പോവാണേ. ലേക്കിൽ പോവല്ല, അല്ല സോറി, എവിടെയാണ്? എന്നൂരല്ലേ? എന്നൂര് അല്ലേ? നമ്മള് എന്നൂര് പോവാണ് ജീപ്പില്. കയറിക്കോ. എന്നൂരിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ അടങ്ങിയിട്ടുള്ള വീഡിയോ വരുന്നതാണ്. അപ്പോൾ ഇത് ജസ്റ്റ് എന്നൂർ വരെ എത്തിയതായിട്ടുള്ള ഒരു വീഡിയോ ആണ്. വിശദമായിട്ടുള്ള വീഡിയോ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഏറ്റവും മേളിൽ എത്തിയിട്ടോ. ഇനിയിപ്പോൾ അകത്ത് കയറണം. ജീപ്പിൽ ഒരു 2 കിലോമീറ്റർ അകത്തേക്ക് കയറിയിട്ടാണ് ഈ ഒരു എന്നൂർ ഗോത്ര പൈതൃക ഗ്രാമം ഉള്ളത് വയനാട്ടിൽ. അപ്പോൾ നമ്മൾ വെൽക്കം ചെയ്ത് കേരള സർക്കാരിൻ്റെ തന്നെ ഒരു അണ്ടറിലുള്ള ഒരു ഏരിയ ആണത്. അപ്പോൾ ഇതാണ് എന്നൂർ പൈതൃക ഗ്രാമം. ഓക്കെ, ഗോത്ര പൈതൃക ഗ്രാമമാണ് ഇത് എന്നൂർ.